എന്താ പരിപാടി ഞാനവിടെ ക്യാമറ എല്ലാം സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ മൂപ്പര് ഇതെന്താന്ന് എന്താ ഉണ്ടാക്കുന്നത് എന്താ ഉണ്ടാക്കുക അപ്പമാറ അപ്പ എടുക്ക ആ ചിക്കൻ ഉണ്ടായിക്കോ ഉണ്ടായിക്കോ അപ്പൊ എന്തായാലും ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ ഡയറ്റേഴ്സിനുള്ള റെസിപ്പിയാണ്. ഇവിടെ ഓയിലുണ്ട്, ഫ്രിഡ്ജിൽ ബട്ടർ ഉണ്ട്, ഇതൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഓവണിലും അല്ല കുക്കിംഗ്, ആർക്കും വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിൾ ടേസ്റ്റിയസ്റ്റ് വളരെ കുറഞ്ഞ മസാലയിലുള്ള നമ്മുടെ നാടൻ മസാലയും ചെറിയൊരു സാധനം ഹേർബ്സും യൂസ് ചെയ്തിട്ടുള്ള ഒരു സംഭവം. അത് ഞാൻ എടുത്തത് ചിക്കൻ ബ്രസ്റ്റാണ്. അപ്പോൾ കുറേ പേര് ജിമ്മിനൊക്കെ പോകുന്നുണ്ട്, അങ്ങനെയുള്ളവരൊക്കെ പല റെസിപ്പീസൊക്കെ ചോദിക്കാറുണ്ടല്ലോ, ഒരു ഓയിലില്ലാതെ. എപ്പോഴും അവർ ഗ്രില്ല് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് മടുത്ത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഏറ്റവും ഈസി ആയിട്ട് ടേസ്റ്റിയസ്റ്റ് സാധനം, ചെറിയ സ്ലോ കുക്കിംഗ്, കുറച്ചധികം കുക്കിംഗ് ടൈം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ലേഡീസിനും കഴിക്കാം ജെൻസിനും കഴിക്കാം അങ്ങനത്തെ ഒരു റെസിപ്പി. ഞാനിപ്പോൾ എടുത്തത് ഒരു കോഴിൻ്റെ ബ്രസ്റ്റിൻ്റെ 2 ഭാഗമാണ്. ഇത് നല്ല പ്രോട്ടീൻ ഉള്ള ഏരിയ ആണല്ലോ, ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഭാഗമാണ്. അപ്പോൾ ഇത് ഏകദേശം 400 ഗ്രാം ഉണ്ട്. അപ്പോൾ ഒരു സൈഡ് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ 200 ഗ്രാമായി. അപ്പോൾ 200 ഗ്രാം ഒരാൾക്ക് പോർഷൻ ഏകദേശം ഓക്കെയാണ് മീറ്റ് വെയിറ്റ്. അവിടെ കൈമുള്ളൂ. അപ്പോൾ ഇത് കട്ട് ചെയ്തു. ഓക്കെ, നമ്മൾ കട്ട് ചെയ്തത് 200 അങ്ങനെ 400 ഗ്രാം. ഓക്കെ, ഇനി ഇത് ബ്രസ്റ്റിൻ്റെ ഭാഗം അടുക്ക് ചെറിയ പോർഷൻ, ഈ ഭാഗത്ത് കുറച്ച് കൂടുതലുണ്ടാവും. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തിട്ട് കുറച്ചൊന്ന് ബട്ടർഫ്ലൈ പോലെ ആക്കിയിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. ഇതിന് കുക്കിംഗ് മെത്തേഡ്, ഫസ്റ്റത്തെ കുക്കിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഉള്ളി എടുക്കാനുണ്ട്. ഉള്ളി എടുത്തു. അതേപോലെ തന്നെ തക്കാളി എടുക്കാനുണ്ട്. ഇതാണ് നമ്മളെ കലവറ കേട്ടോ. എന്നാ അടുക്കേ നല്ല റെഡ് തക്കാളി തന്നെ എടുക്കണേ. റെഡ് അത് കഴുകണം കേട്ടോ. അപ്പോൾ 3 തക്കാളി എടുത്ത് ഏകദേശം നമുക്ക് 400 ഗ്രാം ഇല്ലേ. ഉള്ളി അത് മതി. ഉള്ളി അതിൽ കുറച്ച് ചെറുതായാലും കുഴപ്പമില്ല. ഓക്കെ, ഇത് മതി, അത്ര വലുത് വേണ്ട, പച്ച കടിക്കണ്ട. കഴുകാൻ പോവാം. പിന്നെ വെളുത്തുള്ളി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഉണ്ട്. ഈ 3 സാധനം നമുക്കൊന്ന് മിക്സിയിൽ അടിക്കാനുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഒന്ന് കട്ട് ചെയ്യാം. തക്കാളി കഴുകിയാ? ഓക്കെ, നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. അടുക്ക് കത്തി ആവശ്യം കൈ മാറ്റി. കത്തി കൊണ്ട് കളിക്കുന്നതിന് അബ്ബാക്ക് യോജിപ്പില്ല. കത്തി ശീലമായിട്ടില്ല. ഒരു ഉള്ളി എടുത്തു നമ്മൾ. അത് നമ്മുടെ ആ ബൗളിലേക്ക് ഇട്ടു. അതേപോലെ തന്നെ തക്കാളിയും നല്ല റെഡിഷ് തക്കാളി എടുക്കണം കേട്ടോ. കണ്ണ് എരിയുന്നുണ്ടാ? കുറച്ചങ്ങനെ എരിഞ്ഞിട്ടല്ലേ പഠിക്ക്. കിച്ചണിൽ വലിയ ഷെഫാൻ പോകുന്നല്ലേ. അവൻ തരൂല. നോക്കാലേ. ആള് ബോക്സിങ്ങിന് പോകുന്നുണ്ട് ഇപ്പോൾ. അതാണ്, വെറുതെ അല്ല കേട്ടാ. ബോക്സിങ്ങിലെ കുത്താന്ന്. അപ്പോൾ ഓക്കെ, ഞാൻ ഇപ്പം 3 തക്കാളി ഇട്ടു. അതേപോലെ തന്നെ ഉള്ളി ഇട്ടു. വെളുത്തുള്ളി 1 2 ഇത് 2 മതി കേട്ടോ. ഇത് നമുക്ക് ഒന്ന് മിക്സിയിൽ നന്നായിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് കൊണ്ടുവരാം. എന്നിട്ട് ബാക്കി നമുക്ക് ഇതിൽ കുക്ക് ചെയ്യാം. അതായിട്ടില്ല. അപ്പോൾ ഓക്കെ, മിക്സിയിൽ അടിച്ചിട്ട് വരുന്നേ. അങ്ങനെ പറഞ്ഞാൽ മതി. ഇതാണ് നമ്മളെ. അപ്പോൾ വൃത്തിയാക്കാം. ഉള്ളി തക്കാളി വെളുത്തുള്ളി, ഒരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ കട്ടിംഗ് ബോർഡ് ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, ഒരു മിനിറ്റ് അന്വേഷിച്ചേ. അപ്പോൾ കാര്യം പറയട്ടെ. പറഞ്ഞു വന്നത്, നമ്മുടെ ബ്രസ്റ്റിൻ്റെ ഭാഗങ്ങൾ കണ്ടില്ലേ, ഈ ഭാഗം തിന്നാണ്, ഈ ഭാഗം കുറച്ച് തടിയാണ്. അപ്പോൾ കുക്കിംഗ് ടൈം രണ്ടിടത്തും വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ ഈ ഭാഗം തിരിച്ചിട്ട് ഉൾഭാഗം പുറത്തേക്ക് ഇട്ട്, എന്നിട്ട് ഇവിടെ ഞാൻ ഈ ഭാഗം മാത്രം, ഇത് കൈ ഇങ്ങനെ വെക്കുന്നുണ്ട്, ഇവിടെ മാത്രം ഒരേ ലെവലിലേക്ക് വേണ്ടിയിട്ട് കട്ട് കൊടുത്തു. ഇവിടെ ഒരു ബട്ടർഫ്ലൈ ഓപ്പണിങ്ങോ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈക്വൽ കുക്കിംഗ് കിട്ടും. എന്നിട്ട് ഇത് വെക്കാം, ഒരു അടി കൊടുക്കാം. ഇതാ കണ്ട, ഈ ലെവലിലേക്ക് നമ്മളെ ചിക്കൻ വന്ന് കിട്ടി. വേണമെങ്കിൽ ഇത് ഒരേ തിക്നെസ് ഉണ്ടെങ്കിൽ ഒന്നിച്ച് വരയ്ക്കാം. പക്ഷെ നമുക്ക് അങ്ങനെയല്ല ഉണ്ടായിന്. ഓക്കെ, ഇതും അങ്ങനെ തന്നെ ചെയ്യാം. നമുക്കിത് ഇവിടെ ഓപ്പൺ ആക്കി കൊടുക്കാം. അപ്പോൾ ഓക്കെ, നമുക്ക് ഇനി നമ്മുടെ കുക്കിങ്ങിലേക്ക് പോവാം. കുക്കിങ്ങിൽ പോകണമെങ്കിൽ ഒരു പാൻ എടുക്കുക. നോൺ സ്റ്റിക്ക് പാൻ തന്നെ നിർബന്ധമാണ്. ഈ ഒരു ഐറ്റത്തിന് നമുക്ക് എന്താ പറഞ്ഞാൽ ഓയിലില്ല, ബട്ടറില്ല, ഒന്നും ഇല്ലാത്തതുകൊണ്ട് നോൺ സ്റ്റിക്ക് പാൻ നിർബന്ധമാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുക്കിങ്ങിലേക്ക് പോവാം. ഇത് നേരെ ഡയറക്റ്റ്ലി നമ്മൾ അടുപ്പത്തേക്ക് ഇടുകയാണ്.
ഓക്കെ ഇടാൻ പോകാണ്. അത് ആരുടെ പാട്ട്? ആരാ അങ്ങനെ പാടീനി? നമ്മൾ പോകാണ് ആരാ പാടീന അനുഷു? അനാൻഷ അല്ലേ? അനാൻഷ ഒരിക്കൽ എവിടെയോ പോകുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ കാറിൻ്റെ ഉള്ളിൽ വയനാട് പോകുമ്പോൾ അതെല്ലാം അറിയാലേ. നമ്മൾ പോകാണ് എന്നിട്ട് ബാക്കി പാട്ട് എന്തായിരുന്നു? അപ്പോൾ ഇതിലുള്ള വെള്ളത്തിൻ്റെ കണ്ടന്റ് കുറച്ചൊന്ന് കുറഞ്ഞു വരും. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഹൈയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിലുള്ള വെള്ളത്തിൻ്റെ കണ്ടന്റ് കുറച്ചൊന്ന് കുറഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്കുള്ള പൗഡേഴ്സ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ചിക്കനൊന്നും ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അന്നേരം അതിൻ്റെ കുത്തലൊക്കെ ഒന്ന് പോയി വരും. അപ്പോൾ അതുവരെ ഒന്ന് നമുക്കൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. പെട്ടെന്നാകുന്ന റെസിപ്പിയാണ്, പക്ഷേ കുറച്ച് സ്ലോ കുക്കിംഗ്. പറഞ്ഞു കൊടുത്താൽ ഇപ്പോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവിടെ നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കും. ക്യാമറ അത് അവിടെ സെറ്റ് ആക്കിയിട്ട്. എവിടെയാ? അതെവിടെയാ? പൂപ്പൽ എന്ന് പറയുന്ന സ്ഥലം എവിടെയാ? അപ്പോൾ നമ്മുടെ ഇത് ഒന്ന് ടൈറ്റായി വരട്ടെ. ചെറിയ കളർ ചേഞ്ചസ് ഒക്കെ വരും. കളർ ചേഞ്ചസ് വന്ന് വെള്ളം ചെറുതായിട്ടൊന്ന് സ്പ്ലിറ്റിങ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇപ്പോൾ എനിക്ക് ഇതിൻ്റെ സ്മെല്ല് വരുന്നത് ഉള്ളിയുടെയും വെളുത്തുള്ളിൻ്റെയും സ്മെല്ലാണ്. അത് ഇങ്ങനെ കുക്കാവുമുള്ള അതിൻ്റെ ആ ഒരു സ്ട്രോങ് കുത്തലുണ്ടല്ലോ, അതിങ്ങനെ പുറത്തേക്ക് പോകുന്നതാണ്. അത് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ഫ്ലേവറിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അതിങ്ങനെ വരുന്നുണ്ട്, ആ മണം വരുന്നുണ്ട്. ആ മണം പോട്ടെ. ഇപ്പോൾ കളർ ചേഞ്ചസ് ഒക്കെ മെല്ലെ വരാൻ തുടങ്ങി. ആ വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിൽ സ്പൈസസ് കയറാനുണ്ട്. കണ്ട ഉള്ളിൻ്റെ ആ ഇത് വരുമ്പോഴത്തേക്ക് കണ്ണെരിയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആ ഇതിങ്ങനെ പുറത്തേക്ക് വരുവാണ്. കണ്ണെരിയുന്നുണ്ടാ? യെസ്, കണ്ട ആ കുത്തലൊക്കെ പോട്ടെ. എന്നാലേ നമുക്ക് അല്ലെങ്കിൽ ഇത് ഞാൻ പറഞ്ഞ പോലെ പ്രോപ്പറായി ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് റോങ് ടേസ്റ്റ് ആയിരിക്കും വരാം. അതുകൊണ്ട് ക്ഷമിക്കുക, കുക്ക് ചെയ്യുക, ടേസ്റ്റോടെ കഴിക്കാം. അതാ കളർ ചേഞ്ചസ് ആയി. നമ്മൾ നമ്മളെ ചില്ലി പൗഡർ ഒരു മിനിറ്റ്. ഞാനിതാ 1 ടേബിൾ സ്പൂണിൻ്റെ അളവാണ്. ഒരു മിനിറ്റ് അപ്പം തരാം. ഇനി 1/2 ടേബിൾ സ്പൂണും കൂടെ ഇടാം. ഓക്കെ. ഇനി പെപ്പർ 1 ടേബിൾ സ്പൂണേ. നല്ല സ്പൈസസ് കയറാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ഇനി മഞ്ഞൾ കുറച്ച് മതി. ഓക്കെ, മതി. പിന്നെ ആ ഉപ്പ്. അപ്പോൾ ചിക്കനൊന്നും മാരിനേഷൻ ഒന്നും ചെയ്യുന്നില്ല. നമ്മളിവിടെയാണ്. ഇനി ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് കുറഞ്ഞ് വരും. അന്നേരം നമുക്ക് വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കണം. എന്നുവെച്ചാൽ ഇതിനകത്തുള്ള വെള്ളം പോയിട്ട് നമുക്ക് ബാക്കിയുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ ഒന്നും കൂടി കുക്ക് ചെയ്തിട്ട് കൊണ്ടുവരണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇതാണ് റോസ്മേരി ഇടുന്നുണ്ട്. റോസ്മേരി ഇതെല്ലാം വാഷ് ചെയ്തിട്ട് കൊണ്ടുവച്ചതാണ്. അതുകൊണ്ട് 1, 2 ചെറിയൊരു പീസ്. ഇത് നിങ്ങളടുത്ത് ഫ്രഷ് ഉണ്ടെങ്കിൽ ഫ്രഷ് യൂസ് ചെയ്താൽ, അതല്ല എങ്കിൽ നിങ്ങൾ പിന്നെ ഡ്രൈ ആയിട്ട് ഉള്ള റോസ്മേരിയോ അതല്ലെങ്കിൽ പിന്നെ റോസ്മേരിയോ അതല്ലെങ്കിൽ പിന്നെ ഒറിഗാനോ അങ്ങനെ ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചൊന്ന് വെള്ളം ചേർക്കാനായി. ഇത് സാധാരണ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഞാനിപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഒഴിക്കാണ്ട് ഉള്ള ടേസ്റ്റ് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ബട്ടറോ, വെളിച്ചെണ്ണേക്കാളും കൂടുതൽ ടേസ്റ്റ് വരുത്തി ബട്ടറിലാണ് ഇതേ ഒരു റെസിപ്പി. സോസ് കൾച്ചറിലേക്ക് വന്നു. ഇതിപ്പോൾ ഒരു സോസിൻ്റെ ഒരു രൂപത്തിലേക്ക് വന്നു. ഓക്കെ. അപ്പോൾ ആ ഒരു രൂപത്തിൽ വന്നതിന് ശേഷം ഒരു മിനിറ്റ് അബ്ബാക്ക് ഇത് ചെയ്യണം. അപ്പോൾ ഈ രൂപത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുറച്ചും കൂടെ ഒന്ന് കുക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് ഇതേപോലെ ഒന്നും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഇതേ രൂപത്തിൽ ഇതേ കൺസിസ്റ്റൻസിയിലേക്ക് കൊണ്ടുവരും. ഒന്നും കൂടെ ലൂസാക്കിയിട്ട് എന്നിട്ടേ നമ്മൾ ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഈ മുമ്പത്തെ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ തെറിക്കുന്നത് അപ്പം തന്നെ തുടക്കാം. അതിന് പറഞ്ഞാൽ ഇതിങ്ങനെ കുക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ഇതിൻ്റെ ഫ്ലേവർ ഇങ്ങനെ വന്ന് ടേസ്റ്റ് വേറെ രൂപത്തിലേക്ക് നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നതിൻ്റെ കാരണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇതാ ഒന്നുകൂടെ ഡയലൂട്ടായി വന്നിട്ട് ഇനി നമ്മൾ വെള്ളം ഒഴിക്കണമെന്നില്ല. ഇത് ഫൈനലാണ്. ഈ വെള്ളം ഒഴിച്ചത് ഫൈനലാണ്. ഇനി ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ കോഴീനെ ഇട്ടിട്ട് ഒരു മിനിറ്റ് കോഴി ഇറക്കിയിട്ട് അതിനെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുക. അതോടുകൂടി ടൈറ്റ് ആക്കി എടുക്കുക. തെറിക്കൂ അനൂഷ് അവിടെ വെക്കുക. ഒരു മിനിറ്റ്. തെറിച്ചാൽ അനൂഷിൻ്റെ മേത്തുവാകും, അബ്ബാൻ്റെ മേത്തുമല്ല. ഇതാ നമ്മളിപ്പോൾ ഇതിൽ വെച്ചു. എന്നിട്ട് ഫ്ലെയിം സ്ലോ ആക്കുക കേട്ടോ. ഫ്ലെയിം സ്ലോ ആക്കുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ സ്ലോലി കുക്കായാൽ മതി. എന്ന് പറഞ്ഞാൽ നമ്മുടെ മീറ്റും ഓവർ കുക്കാകാൻ പാടില്ല. പക്ഷെ നമുക്ക് മീറ്റിലും ഫ്ലേവർ കിട്ടണം. എന്നിരുന്നാൽ പോലും
മീറ്റിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങാനുണ്ട്, അതൊക്കെ ഒന്ന് ടൈറ്റായി വരും വേണം. അപ്പോൾ ഓക്കെ, നമ്മൾ പ്ലേറ്റ് ചെയ്യേണ്ട പ്ലേറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ചിക്കൻ ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ആയിട്ടില്ല ഇതൊന്ന് ട്വിസ്റ്റ് ചെയ്തിടുക, എന്നുവെച്ചാൽ ഫ്ലിപ്പ് ചെയ്യുക. ഓക്കെ, ഇതും അതുപോലെ തന്നെ ഒന്ന് ഫ്ലിപ്പ് ചെയ്യുക. നമ്മളെ സോസൊക്കെ ഏകദേശം ഇതാ കണ്ടില്ലേ. ഇനി ഫ്ലെയിം ഹൈ ആക്കി കൊടുക്കുക. ഒന്ന് ഇങ്ങനെ പുഷ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ കുക്കിങ്. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഓൾമോസ്റ്റ് കുക്കിംഗ് ഒക്കെ ഓക്കെ ആണ്. ഇനി ഈ സോസസ് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇപ്പം ഗാർലിക് ബ്രെഡോ അല്ലെങ്കിൽ വേറെ എന്ത് ചപ്പാത്തിയോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാണ്ട് ഇത് മാത്രമാണെങ്കിൽ അങ്ങനെയും കഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ ഓൾമോസ്റ്റ് റെഡിയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലിപ്പ് ചെയ്തിട്ട് സാധനങ്ങളുടെ ഇത് വെക്കുന്നുണ്ട്. ഓക്കെ, മസാല ഉണ്ട്. പിന്നെ ഇപ്പോൾ ചിക്കൻ മാത്രം എടുത്തിട്ട് ഇവിടെ ജസ്റ്റ് പ്ലേസ് ചെയ്യുന്നുണ്ട് പ്ലേറ്റിലേക്ക്. ഓക്കെ, ഒരു മിനിറ്റ്, ഇതും അതേപോലെ തന്നെ പ്ലേസ് ചെയ്യുന്നുണ്ട്. ആ പുല്ല് അതവൻ പറയാൻ പോയെ, ആ റോസ്മേരി അങ്ങനെ പറ. യെസ്, ഓക്കെ. ഇനി ഈ സോസസ് എന്ത് ചെയ്യുന്നു, നമ്മൾ ചിക്കൻ എടുത്ത് മാറ്റിയില്ലേ, സോസസ് ഇതാ നിങ്ങൾ ഇതിൽ കാണുന്നുണ്ടാവുമല്ലോ, ഒന്ന് ടൈറ്റാക്കി എടുക്കുക. ജസ്റ്റ് ഒന്ന് ടൈറ്റാക്കി എടുക്കുക, നല്ല ടൈറ്റാക്കിയിട്ട്. അപ്പോൾ ഒരു ചമ്മന്തി രൂപത്തിൽ ആയി വരും. ഓക്കെ, ഓൾമോസ്റ്റ് ഡൺ. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പിയും ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ടേസ്റ്റ് ഫ്ലേവർ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അടിപൊളി സാധനമാണ്, വിട്ടുപോണ്ട. നമ്മൾ കുക്കിംഗ് ടൈം ടോട്ടൽ ഓൾമോസ്റ്റ് എടുത്തത് 20 to 23 minutes ആണ്. അങ്ങനെ പറഞ്ഞാൽ ചിക്കൻ്റെ ഏകദേശം ഒരു 9 to 11, 12 minutes ബാക്കിയുള്ള സോസിലേക്ക് പോയി. അപ്പോൾ ടോട്ടൽ നിങ്ങളെ ഫ്ലെയിമിനനുസരിച്ച്, നിങ്ങളുടെ ഗ്യാസിൻ്റെ ഫ്ലെയിമിനനുസരിച്ച് ഒരു 20 to 30 minutes എന്നുള്ള ആൾക്ക് കണ്ടാൽ മതി. അങ്ങനെ സ്ലോ കുക്കിൽ ചെയ്താൽ നല്ല അടിപൊളി സാധനമാണ്. ഇതാ അപ്പോൾ നമ്മൾ ഡിഷ് റെഡി. നമുക്കിത് കഴിക്കാം. ഞാൻ ഇതിൻ്റെ കൂടെ ഒന്നും കൂട്ടുന്നില്ല, എന്നുവെച്ചാൽ ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാമെന്നുള്ള ഒരു ഓപ്ഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം. ആദ്യം അബ്ബ കഴിക്കണോ അനുഷ കഴിക്കണോ? ഇത് എടുത്ത് കഴിക്കും. ശ്രദ്ധിച്ചാ എങ്ങനെയുണ്ട് പറ. ആണാ, അവൻ ഫോർക്ക് പിടിക്കുന്നത് ശ്രദ്ധിച്ചില്ലേ? അത് അതേപോലെ ആയിരിക്കും നമ്മൾ പിടിക്കേണ്ടത്. അതിനിപ്പം പിടിക്കുന്ന കണ്ടപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒന്ന് ക്യാമറയിൽ കാണിച്ചു തരാൻ കരുതിയിട്ടാണ്. പക്ഷെ ഞാൻ എപ്പോഴും ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ലെഫ്റ്റിലാണ് പിടിക്കുക. അത് ശരി. പക്ഷെ ഞാനെപ്പോഴും വലത് കൈ കൊണ്ട് കഴിക്കുന്നതുകൊണ്ട് അത് ശരി, അബ്ബക്ക് തരൂല. ഇതാ നല്ല സോഫ്റ്റാണ് കേട്ടോ. അതിൻ്റെ കുക്കിംഗ് ടൈമിങ് എങ്ങനെയുണ്ട്? ഓ, ഡിഫറൻസ് ആണല്ലേ? അടുക്ക് ചെറുതാക്കി തരാം അബ്ബ. ഇവിടുന്ന് കുറച്ച് സോസും കൂടെ എടുക്കട്ടെ. ഓക്കെ, ആണോ? നല്ല എരിവുണ്ട്. എന്നുവെച്ചാൽ ഇതിൻ്റെ മീറ്റ് കുക്കിംഗ് ടൈം ഒന്നാമത് ബ്രസ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഉൾഭാഗങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ ആ രീതിയിലാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ മെയിനായിട്ട് തക്കാളി ഉള്ളിനേക്കാളും കൂടുതലാണ്. അതുകൊണ്ട് തക്കാളിൻ്റെ ടാങ്കി ഫ്ലേവർ ഉണ്ട്, പെപ്പറിൻ്റെ എരിവുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഓയിലി ടെക്സ്ചർ എന്ന് പറയുന്ന സാധനം എവിടെയില്ല. അപ്പോൾ ആ ഒരു മിസ്സിങ് ഉണ്ടോയെന്ന് വെച്ചാൽ ആ മിസ്സിങ് നമുക്കിതിൽ അറിയേണ്ട ആവശ്യമില്ല. എന്താ പറയുക, നമ്മൾ ഹെൽത്തി കോൺസെപ്റ്റിലാണ്. നിങ്ങൾക്ക് ബട്ടർ ഓയിൽ കൊടുക്കണ്ട, ബട്ടർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ബട്ടർ കൊടുത്തോ. അതിൻ്റെ ഗ്ലേസിങ്, അതിൻ്റെ ആ ഒരു മിൽക്കി ടെക്സ്ചർ, ഈ എരിവിനെ കട്ട് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ എരിവിനെ കട്ട് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനം ബട്ടർ കയറുമ്പോൾ അത് കട്ട് ഓഫ് ആവും. ഞാൻ പറഞ്ഞു വന്നത് ഇതിൻ്റെ ടെക്സ്ചർ കാണിച്ചു തരാം. അനുഷ അടിച്ച് തീറ്റ തന്നെ. ഇതാ ഈ വൈറ്റ് ഇങ്ങനെ കണ്ടില്ലേ, മുകൾ ഭാഗം നല്ല മസാലയും. ഇതിൻ്റെ കുക്കിംഗ് ടൈമിങ് എല്ലാം പെർഫെക്റ്റ് ആണ്. നമുക്ക് ആ ഒരു ബാലൻസിങ് ഉണ്ട് ഇതിൽ. അപ്പോൾ നമുക്ക് രണ്ട് ഭാഗവും പിന്നെ ഉള്ളിലുള്ള ആ ഒരു തിക്നെസ്സും എല്ലാം അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തോ, ഡയറ്റേഴ്സ് എന്തായാലും ട്രൈ ചെയ്തോ, എല്ലാവർക്കും പറ്റുന്ന സാധനം. പിന്നെ ഇത് അതാണ് അത് കുക്കിംഗ് അതേപോലെ ചെയ്താൽ നല്ല സോഫ്റ്റായി കിട്ടും. അപ്പം നമ്മൾ ഇവിടുന്ന് ബബായ് പറയാന്ന്.
അടുത്ത എപ്പിസോഡിൽ കാണാം അല്ലേ? ആ പുതിയ റെസിപ്പി ആയിട്ട് ചിലപ്പോൾ സാൻഡ്വിച്ച് ആവാം, ചിലപ്പോൾ സ്നാക്സ് ആവാം, ചിലപ്പോൾ എന്തുവാം. നിങ്ങൾ വെയിറ്റ് ആൻഡ് സീ. അപ്പം മറക്കണ്ട, നിങ്ങൾ ഫോളോ ചെയ്യും. പിന്നെ ബെൽ ബട്ടണോ ഇതൊന്നും മറക്കല്ല. നമ്മൾ കുറേ കാലമായിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ടായിട്ട് ഒരു വലിയൊരു തയ്യാറെടുപ്പോട് കൂടി വന്നതല്ലേ. അപ്പോൾ സ്ഥിരമായിട്ടുണ്ടാവും. അപ്പോൾ സ്റ്റേ ട്യൂൺ. ടാറ്റാ ബൈ. ബൈ.